കുക്കറിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇവിടെ ഒരു വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി, ബിരിയാണി അരി നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഒരു 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചതിന് ശേഷം കുക്കറിൽ എണ്ണ ഒഴിച്ച് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ചിക്കൻ ഒന്ന് പൊടിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചിട്ട് അതിൽ 3-4 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഒന്ന് പൊട്ടിച്ചെടുത്തു. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു. പിന്നെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് മുറിച്ചത് അതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു. അതൊന്ന് വാടി വന്നതിന് ശേഷം ഒരു തക്കാളിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനുശേഷം ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്തു. എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ മീറ്റ് മസാല കുറച്ച് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. മീറ്റ് മസാല ചേർക്കുന്നത് നല്ലതാണ്. അതും കൂടെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് നമ്മൾ ഊറ്റി വച്ചിരിക്കുന്ന ചെറുതായിട്ടൊന്ന് കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഒഴിച്ച് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പുമൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. കുറച്ച് പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് പശുവും പാലായാലും തേങ്ങാപ്പാലായാലും ഒന്നും കുഴപ്പമില്ല. ഞാൻ പശുവും പാലാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പാലൊഴിക്കുന്നത് നല്ലതാണ്. അത് ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് സാജീരകം കൂടെ ഇതിലിട്ടിട്ടുണ്ട്. സാജീരകം എല്ലാവർക്കും അറിയായിരിക്കും, ബിരിയാണിയിലൊക്കെ ഇടുന്ന ജീരകമാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിടുമ്പോഴത്തേക്കും നമുക്ക് തലശ്ശേരി ദം ബിരിയാണിയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതും ഇട്ടതിന് ശേഷം ഞാൻ 2 ഫിസിലിന് ഓഫ് ചെയ്തു കുക്കർ. ആവിയെല്ലാം പോയതിന് ശേഷം എടുത്ത് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്തെടുത്തു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഇതിന് റൈസിന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.